പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 209 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ എഫ്രേമിന് ശേഷം ഈ ആഴ്ച കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായിരുന്ന വിശുദ്ധ മെത്തോഡിയൂസിനെ കുറിച്ചാണ്. ഉന്നത കുലത്തിൽ ജനിച്ച ഒരു സിസിലി നിവാസിയായിരുന്നു വിശുദ്ധ മെത്തോഡിയൂസ്. അഗാധമായ പാണ്ഡിത്യമുള്ളവനായിരുന്നു വിശുദ്ധൻ. ഭൗതിക ലോകത്തെ സുഖലോലുപത ഉപേക്ഷിച്ചുകൊണ്ട് ചിയോ എന്ന ദ്വീപിൽ വിശുദ്ധൻ ഒരു ആശ്രമം പണികഴിപ്പിച്ചു. എന്നാൽ പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന വിശുദ്ധ നിസേഫോറസ് വിശുദ്ധനെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വിളിപ്പിച്ചു. വിഗ്രഹാരാധകനായിരുന്ന ചക്രവർത്തിയും അർമേനിയക്കാരനുമായിരുന്നു ലിയോ. പാത്രിയർക്കീസിനെ 2 പ്രാവശ്യം നാട് കടത്തിയപ്പോൾ വിശുദ്ധനായിരുന്ന അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നത്. 817 വിശുദ്ധൻ പാത്രിയർക്കീസിൻ്റെ പ്രതിനിധിയായി റോമിലേക്ക് അയക്കപ്പെട്ടു. എന്നാൽ അധികം വൈകാതെ വിശുദ്ധ നിസേഫോറസിൻ്റെ മരണത്തെ തുടർന്ന് വിശുദ്ധൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ തിരിച്ചെത്തി. ഇതിനിടെ മതവിരുദ്ധവാദിയും സംസാരിക്കുമ്പോൾ വിക്കുള്ളവനുമായിരുന്ന മൈക്കേൽ ചക്രവർത്തി വിശുദ്ധനെ പിടികൂടി തടവിലടച്ചു. ആ ചക്രവർത്തിയുടെ ഭരണകാലം മുഴുവനും വിശുദ്ധനെ ആ തടവിൽ കഴിയേണ്ടി വന്നു. 830 കത്തോലിക്ക വിശ്വാസിയും ചക്രവർത്തിയുമായിരുന്ന തിയോഡോറ വിശുദ്ധനെ തടവിൽ നിന്നും മോചിപ്പിച്ചു. എന്നാൽ അധികം താമസിയാതെ തന്നെ അവളുടെ ഭർത്താവും ദൈവഭക്തനല്ലായിരുന്ന തിയോഫിലൂസ് വിശുദ്ധ മെത്തോഡിയൂസിനെ നാടുകടത്തി. 842 തിയോഫിലൂസ് മരണപ്പെടുകയും തിയോഡോറ തൻ്റെ മകനും ചക്രവർത്തിയുമായ മൈക്കേൽ മൂന്നാമൻ്റെ ഉപദേഷ്ടാവുകയും ചെയ്തു. തുടർന്ന് അവർ വിശുദ്ധ മെത്തോഡിയൂസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായി നിയമിച്ചു. വിശുദ്ധൻ കോൺസ്റ്റാന്റിനോപ്പിൾ സഭയെ മതവിരുദ്ധവാദത്തിൽ നിന്നും മോചിപ്പിക്കുകയും വർഷം തോറും നന്ദിപ്രകാശത്തിനായി ഒരു തിരുനാൾ സ്ഥാപിക്കുകയും ചെയ്തു. ഫെസ്റ്റിവൽ ഓഫ് ഓർത്തഡോക്സി എന്നാണ് ആ തിരുനാൾ അറിയപ്പെട്ടത്. മതപീഡനത്തിനിടയ്ക്ക് വിശുദ്ധൻ്റെ താടിയെല്ല് പൊട്ടിയതിനാൽ തൻ്റെ താടിക്ക് പകരം താടിയായി ഒരു തുണി കൊണ്ട് ചുറ്റിക്കെട്ടിയാണ് വിശുദ്ധൻ ജീവിച്ചിരുന്നത്. പല സഭാ നിയമങ്ങൾ ക്രോഡീകരിച്ചും ചില പ്രബോധനങ്ങൾ ഏറെ വിശദമാക്കിയും വിശുദ്ധൻ നിരവധി ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. വിശുദ്ധൻ്റെ സമകാലീനായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത്. 4 വർഷത്തോളം കോൺസ്റ്റാന്റിനോപ്പിൾ സഭയെ നയിച്ചതിന് ശേഷം 846 ജൂൺ 14 വിശുദ്ധൻ നീർവീക്കം ബാധിച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തൊട്ട് പിൻഗാമിയായി വിശുദ്ധ ഇഗ്നേഷ്യസ് വർഷം തോറും വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. എല്ലാവരിലും നന്മ കാണുക എന്നത് മറ്റുള്ളവരെക്കാൾ നമ്മളെ തന്നെ ആവശ്യമാണ്. മറ്റുള്ളവരിൽ കുറ്റവും കുറവും കാണുമ്പോൾ ആദ്യം സ്വന്തം മനസ്സ് തന്നെയാണ് അസ്വസ്ഥമാകുന്നത്. മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് പ്രസന്നമാകുന്നത്. മറ്റുള്ളവരിലെ നന്മ ദർശിക്കുന്ന ഒരാൾക്ക് വിഷമം പിടിച്ച പ്രശ്നങ്ങളിൽ പോലും അനായാസമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏവർക്കും നന്ദി.